പറയ്. വീട്ടിലില്ലേ? ആ ഉണ്ടേ. ഞങ്ങൾ കല്യാണം വിളിക്കാൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ആണോ? എപ്പോഴാ വരണേ? ഞങ്ങൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഇറങ്ങും. ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തുവോ? കുറച്ച് കഴിയുമ്പോ അങ്ങോട്ട് ഇറങ്ങും. ആ ശരി. ഷാജില്ലേ അവിടെ? ആ ഉണ്ട്, വന്നോളൂ. ആ ശരി. ആ ആയിക്കോട്ടെ. ആരായിരുന്നു? മുണ്ടൂരിലെ മാമിയാ. ഗായത്രിയുടെ കല്യാണല്ലേ, ക്ഷണിക്കാൻ അങ്ങോട്ട് വരുന്നു. ഏയ് ഉണ്ണാ നിക്കുണ്ടാവില്ല, കൊറേ സ്ഥലത്ത് വിളിക്കാൻ പോണ്ടതല്ലേ. ഇവിടെയാണെങ്കിൽ ബേക്കറി ഒക്കെ കഴിഞ്ഞിരിക്കുക. കഴിഞ്ഞ ആഴ്ച കൊടുന്നൊക്കെ തീർന്നോ? അത് മോളോട് ചോദിക്കേ. അതിനെങ്ങനെയാ? ബേക്കറി കണ്ട പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ. ഞാൻ കൊണ്ടുവരാം. എന്താ പറ്റിയേ? പെട്രോൾ കഴിഞ്ഞാ? ഒന്ന് ചരിച്ചു നോക്കായിരുന്നില്ലേ? ചരിച്ചിട്ട് അതുവരെ എത്തിയേ. ഭാര്യനെ പ്രസവത്തിന് ഹോസ്പിറ്റലിലാക്കിക്കുക. പമ്പത്താ, ഇനി 1 കിലോമീറ്റർ കൂടി പോണം. വിവരം അറിഞ്ഞ് പണിസ്ഥലത്ത് നിന്ന് പുറപ്പെട്ടതാ. ഹോസ്പിറ്റൽ കേസ് എന്നല്ലേ പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, എന്റെ വണ്ടി കൊണ്ടുപോയിക്കോ. അപ്പോഴേക്കും ഞാനേ സാധനം വാങ്ങിച്ച് ഇവിടെ നിൽക്കാം. വളരെ ഉപകാരം. ഓക്കെ, വേഗം പോയിട്ട് വരാം. ആ എന്നാ ഷാജി, നിനക്കെന്താ വേണ്ടേ? കിൻഡർ ജോയ്. കിൻഡർ ജോയ് അത് കഴിഞ്ഞു കൂടാ. എന്നാ ലൈസായാലും മതി. എന്നാ ഹലോ ഏട്ടി, ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് എത്തും. ഒരാൾക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നുകൊണ്ട് എൻ്റെ ബൈക്ക് അയാൾക്ക് കൊടുത്തിരിക്കേ. ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് എത്തും. ഒക്കെ ഞാൻ വന്നിട്ട് പറയാം. ആ വണ്ടി തന്നെ. ഈ എവിടല്ല? ഞാൻ ഇവിടെ അടുത്തുള്ളതാ. ഈ വണ്ടി എനിക്ക് കൊണ്ടുവരട്ടെ? കള്ളനാണ്. വണ്ടി കട്ടോടുന്നാനോ? എന്താ ആർച്ചി വെക്കുക. ഷാജിന് വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് അറിയാം. ഓൻ അങ്ങനെ ചെയ്യൂല. പിന്നെ എങ്ങനെ വണ്ടി ഓന്റെ കയ്യിൽ വന്നേ? എന്താ ഷാജി ഇതിന്റെ അർത്ഥം? എന്റെ പൊന്നോട്ടെ, എനിക്കൊന്നും അറിയില്ല. കുറച്ച് നേരം മുന്നേ ആൾ നിൽക്കുന്നത് കണ്ടു. വണ്ടിയിൽ പെട്രോൾ ഞാൻ പറഞ്ഞു. ഞാൻ ഇതിന് വളരെ ചാവി അയാൾക്ക് എടുത്തു കൊടുത്തു. ഇത്ര നേരമായിട്ട് ആളെ കാണാനില്ല. വീട്ടിലാണെങ്കിൽ ബന്ധുക്കളൊക്കെ വന്ന് നിൽക്കുകയാണ്. സോറി. നിങ്ങൾക്ക് നിങ്ങൾ വണ്ടി ഇട്ടില്ലേ? ദാർസി വാ ഷാജി. കുറച്ച് വെള്ളം കാട്ടിക്ക. എന്തൊരു മണ്ടത്തര ഷാജി കാട്ടി. എന്തു പറ്റി ഷാജിയേട്ടാ? അവര് വന്നു പോയോ? അതൊന്നും സാരല്ല. നിങ്ങൾക്ക് എന്താ പറ്റിയേ? പറയണ വില എന്തെങ്കിലും കിട്ടൂല കേട്ടോ. ഒരു മര്യാദ വിലക്കൊക്കെയാണ് ഞാൻ എടുക്കുക. നിങ്ങൾ എന്ത് തരും? ഒരു 10-15 ഉറുപ്പ്യൊക്കെ ആണെങ്കിൽ ഞാൻ എടുത്തോളാം. ആനക്ക് കുയ്യാനന്റെ വില കാണാത്ത ആളാ നിങ്ങള്. എടാ, ഈ ബുക്കും പേപ്പറില്ലാത്ത വണ്ടിക്ക് എന്ത് കിട്ടുന്ന? നിങ്ങൾ എടുക്കണ്ടാന്ന്. പോലെ പോലെ ഒന്നും പറയണ്ട. നിക്ക്. സാരല്ല ഷാജിയേട്ടാ, നമുക്ക് പോലീസിലൊരു കംപ്ലൈന്റ് കൊടുക്കാം. എന്നിട്ട് എന്താക്കാനാ? അവരത് അന്വേഷിച്ച് വരുമ്പോഴേക്കും അവരത് പൊളിച്ചു നിൽക്കും. പിന്നെ അവന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും. അതുപോരാ, എനിക്ക് വേണ്ടത് അവനെയാ. നിനക്കറിയുന്നതല്ല അനുപമേ, എനിക്ക് ആ വണ്ടിയോടുമായിട്ടുള്ള ആത്മബന്ധം അത് വെട്ടിപ്പൊളിക്കാൻ ഞാൻ ഒരുത്തിനും സമ്മതിക്കൂല. എല്ലാവർക്കും വേണം ഈ വലിയ 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 മൊബൈൽ. ഈ ലോകത്തെവിടെ കണ്ടാലും
കൈവെള്ളയിൽ വരും. നീ എന്ന് എനിക്ക് പുല്ലേടാ. പാടാ പാടാ പണം കൊടുത്ത് ലക്കെട്ട് കോഞ്ഞാട്ടായി കിടക്കുമ്പോഴേ, ഭൂമി കിടക്കുമ്പോഴേ ഒരു പട്ടി ഉണ്ടാവില്ലടാ തിരിഞ്ഞു നോക്കാനായിട്ട്. ഒരു പട്ടി ഉണ്ടാവില്ല. പോടാ. ആ നിർത്ത് 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 നിർത്ത്. എന്താ പാവട്ടാ? ഇപ്പൊ അങ്ങനായോ? നിന്നോടാ ചോദിച്ചത്. ഞാനാ എന്റെ ബാബുട്ടൻ. നിങ്ങൾ ആരെങ്കിലും ആണോ? എന്റെ വീടിന്റെ അടുത്തുള്ള കുറെ നേരമായി കിടക്കണോ? നല്ല വെയിറ്റ്. ഇങ്ങനെ കുടിക്കണ ആളൊന്നുമല്ല പാവട്ടാ. എണീച്ചാണി. അതൊക്കെ ഞാൻ എടുത്തോളൂ. അത് ഞാൻ എടുത്തോളൂ. കുറച്ച് മോര് വെള്ളം വാങ്ങി കൊടുക്ക്. നിർത്ത് നിർത്ത്. നമുക്ക് ഇയാളെ വെല്ലാണ്ട് ഒഴിവാക്കണം. വല്ല വണ്ടിയും പേരുണ്ടോ നോക്കേ. ഇങ്ങോട്ട് തള്ളിക്ക തള്ളിക്ക ഇങ്ങോട്ട് തള്ളു. അല്ല അറിയിക്കാ അവിടെ വിട്ടോ വിട്ടോ വിട്ടോ. അല്ലെങ്കിൽ കണ്ണീൻ്റെ മുന്നിൽ വിട്ടോ. അല്ല എന്താ ഇത്? 100. അല്ല അത് പോരട്ടോ. ഒരു 500 പോരട്ടോ. ഇത് പൊടി പോരെ. ഞാൻ വൈകുന്നേരം വരാം. ലേശം നീലച്ചടനും വാങ്ങി. ഏട്ടാ ഒരു സർവത്ത്. ആ ഇവിടെ ഒരു പൊളി മാർക്കറ്റ് നടത്തിയിരുന്ന ആളെ വീട് എവിടെ? ഇവിടുന്ന് 100 മീറ്റർ പോയാൽ ഒരു ഇടവഴി കാണാം. അവിടുന്ന് നേരെ പോയാൽ അവൻ്റെ വീടാ. എത്രയാ? എത്ര? 10 രൂപ. Yeah!